ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹൊറർ ടെയിൽ ചാപ്റ്റർ 1 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മളിത് കളിച്ച് നമ്മുടെ ചാനലിൽ ഇട്ടതാണ് ഗൈസ്. പക്ഷേ കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്തായാലും ഹൊറർ ടെയിൽ ചാപ്റ്റർ 1 ആയിട്ടാണ് വന്നേക്കണേ. നമ്മൾ ഒരു പ്രാവശ്യം കളിച്ചുകൊണ്ട് ഏകദേശം ഈ ഗെയിമിനെ കുറിച്ച് നമുക്ക് അറിയാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഞാനെന്തായാലും ഈസി മോഡിട്ടാണ് ഈ കളിക്കുന്നത്. നമുക്കെന്തായാലും നോക്കി നോക്കാം. നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാം. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ എണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ ഗൈസ്, ഇവിടെ ആയിട്ടൊരു ലെറ്റർ ഉണ്ട്. മിസ്സിങ് ലെറ്ററാണ് ഗൈസ്. പ്ലീസ് ഹെൽപ്പ് യൂസ് ഫൈൻഡ് ദം എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലിയുടെ ഒരു മിസ്സിങ് ലെറ്ററാണ് കൊടുത്തേക്കണേ. 11 വയസ്സുള്ള കുട്ടിയാണ് ഗൈസ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അമ്മ എഴുതി വെച്ചൊരു നോട്ടീസും ഉണ്ട്. ടോം പ്ലീസ് കളക്ട് ദ എഗ് ആൻഡ് ടേക്ക് ദം ടു ഹാരി. ഈസ് മാം ആൻഡ് ഐ വിൽ ജോയിൻ സെർച്ച് ടീം. ഗൈസ്, നമ്മളോട് ഇവിടുന്ന് കുറേ എഗ്ഗ് കണ്ടുപിടിച്ച് നമ്മുടെ ഹാരി എന്ന് പറഞ്ഞൊരു ആൾക്കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. പിന്നെ ഈ മിസ്സായ കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സെർച്ച് ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തേക്കാണ് നമ്മുടെ അമ്മയും. അപ്പോൾ നമ്മളോട് കുറച്ച് എഗ്ഗ് കളക്ട് ചെയ്ത് നമ്മുടെ ഹാരി എന്ന് പറഞ്ഞൊരു ആൾക്കൊണ്ട് കൊടുക്കാനാണ് ഈ പറഞ്ഞേക്കണേ. ഓക്കെ ഗൈസ്, ഹാരി വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഹലോ വേർ ആർ യു? ഓക്കെ ഗൈസ്, നമ്മളോട് മറ്റേ ട്രീ ഹൗസിൽ മീറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ ഹാരി പറയുന്നത്. അപ്പോൾ എഗ്ഗ് കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മൾ എഗ്ഗ് എടുക്കണം. ഓക്കെ, എഗ്ഗ് ഉള്ളത് ഇവിടെയാണ് ഗൈസ്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, എഗ്ഗ് നമുക്ക് എന്തായാലും കളക്ട് ചെയ്ത് നമ്മുടെ ഹാരിക്ക് കൊണ്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ കളി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എഗ്ഗ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ എഗ്ഗ് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഗൈസ്. ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, നമുക്ക് പിന്നെ ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയ സീനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ഗൈസ്, ആകെ ഇതിനകത്ത് ട്രീ ഹൗസ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. ട്രീ ഹൗസും ഫാമും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഫാം. നമുക്കപ്പോൾ ട്രീ ഹൗസിലാണ് നമ്മുടെ ഹാരി ഉള്ളത്. അങ്ങോട്ടേക്ക് എന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ കിഡ്നാപ്പർ വരും. ഓക്കെ, കിഡ്നാപ്പർ എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ്. കിഡ്നാപ്പർ നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് നമ്മൾ എസ്കേപ്പായിട്ട് നമുക്ക് ട്രീ ഹൗസിലേക്ക് പോകണം ഗൈസ്. അങ്ങനെ ഗൈസ്, ഇതാണ് ലെയർ. അതായത് നമ്മുടെ ഈ കിഡ്നാപ്പറിൻ്റെ എന്താ പറയുക, കിഡ്നാപ്പറിൻ്റെ ഹൗസാണ് ഗൈസ്. ഇവൻ എന്തിനാണ് മൊയിൽ തലയൊക്കെ വെച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ ഒരു സാധനം എടുക്കാനുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് അത് നെയിൽസാണെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. ആ വഴി വന്നിട്ട് വേണം നമുക്ക് ആ സാധനം എടുക്കണമെങ്കിൽ. അല്ലാതെ വേറെ വഴി നേരമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് കല്ലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. കല്ലൊക്കെ എന്തായാലും എടുക്കാൻ പറ്റും ഗൈസ്. അവൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാനുണ്ടല്ലോ. ഓക്കെ, അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു വീക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. നമുക്ക് ഈ കല്ലെടുത്ത് ആ സാധനം പൊട്ടിക്കാൻ പറ്റും. യെസ് ഗൈസ്, പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും. ഓ ഗൈസ്, അവൻ വന്ന് ഗൈസിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അവൻ അങ്ങോട്ടെങ്ങാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. കാരണം നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായി. അതിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് ഇവൻ. കാരണം അത്രയും നല്ല ഡേഞ്ചറാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഹാമർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഹാമർ കിട്ടിയിട്ടുണ്ടായേ ഗൈസ്. ഈ ഹാമർ വെച്ചിട്ടൊരു കളിയുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ ടയർ ഇവന് ഊരിയെടുത്തേക്കാണ് ഗൈസ്. അത് ഊരിയെടുത്ത് ഈ വീടിൻ്റെ മേളിലൊരു റൂമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് ആ ടയർ. നമ്മളിനി നേരെ പോയിട്ട് അത് പൊളിക്കണം ഗൈസ്. ആ റൂം പൊളിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാമർ. അതൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം ഗൈസ്, കാരണം ഒരു വട്ടം കളിച്ചതാണിത്. ഓക്കെ, ഇവിടെ ഒരു ലാഡർ ഉണ്ട്. ഈ ലാഡർ വഴി നമ്മൾ എന്തായാലും കയറണം അല്ലേ. ഓക്കെ യെസ് ഗൈസ്, നമുക്ക് എന്തായാലും ഈ ഹാമർ എടുത്ത് താഴത്തേക്ക് ഇടാം. ഹാമറിൻ്റെ ആവശ്യം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരു ആവശ്യം കൂടി ഉണ്ട്. അതെന്തായാലും ഞാൻ പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മുടെ സൈക്കിളിൻ്റെ ടയർ കിട്ടിയിട്ടുണ്ട്. അവൻ എവിടെയാണ് ഗൈസ്? അവൻ എവിടെയാണ്? ഓ ഗൈസ്, അവൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, പുള്ളിക്കാരൻ പയ്യ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈസി മോഡ് എടുത്തുകൊണ്ട് അത്യാവശ്യം ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ടയർ അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. ടയർ വയ്ക്ക്.
ഓക്കെ ഗൈസ്, ഞാൻ ടയർ എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹാമർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഹാമർ നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലിടാം. നമുക്ക് ഗൈസ് ഇവിടുന്ന് നേരെ നമുക്ക് ട്രീ ഹൗസിലേക്ക് പോകണം. ഓക്കെ, ഞാൻ എന്തായാലും ട്രീ ഹൗസിലേക്ക് പോവാണ്. കാരണം ട്രീ ഹൗസിലാണ് നമ്മുടെ ഹാരി ഉള്ളത് ഗൈസ്. ഹാരി എൻ്റെ ഫ്രണ്ടാണെന്നാണ് എനിക്ക് തോന്നണേ, എനിക്കറിയില്ല കൃത്യമായിട്ട്. നമുക്കിനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടാവും ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടെ നിന്നായിരുന്നു മറ്റേ കത്തി കിട്ടിയിട്ടുണ്ടായേ. അത് ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടെ നിന്നൊക്കെയായിരുന്നു കത്തി കിട്ടിയിട്ടുണ്ടായേ. ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, കത്തി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ കത്തി വെച്ചിട്ടുള്ള കളി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗൈസ് ഇവിടെ ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ട് ഗൈസ്. അതിന് നമുക്കൊരു ചൂണ്ട വേണം. ആ ചൂണ്ട നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. അതും ഞാൻ എന്തായാലും പറഞ്ഞു തരാം. അപ്പോൾ ഈ കത്തി നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ട് ഇടാം ഗൈസ്. കത്തി വെച്ചിട്ടൊരു കളിയുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ ഇവിടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഹാരീനെ മീറ്റ് ചെയ്യുമ്പോഴെങ്ങാണ്ടാണ് ചങ്ങായി വരണത്. ഓക്കെ, കത്തി ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഹാമർ എടുക്കണം ഗൈസ്. ഈ ഹാമർ വെച്ചിട്ടുള്ള കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാമർ നമ്മുടെ ഹാരിക്ക് കൊടുക്കാനുണ്ട്. അതെന്തായാലും ഞാൻ പറയാം. തൽക്കാലം ഈ ഹാമർ ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഹാരീനെ കണ്ടിട്ടുണ്ട്. ടോം ഫൈനലി. യെസ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ആ കിഡ്നാപ്പറിനെ കണ്ട കാര്യവും നമ്മളെ പിടിച്ച കാര്യമൊക്കെ നമ്മളെന്തായാലും ഹാരിയോട് പറയാണ്. ഓക്കെ, ഹാരിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. കൂട്ടത്തിൽ നമുക്കാണ് കുറച്ചും കൂടി ധൈര്യമുള്ളത്. ഹാരിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഓക്കെ, ഓ ഗൈസ്, നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും വന്നിട്ടുണ്ട്. കിഡ്നാപ്പർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഹാരിക്ക് നല്ല പേടിയുണ്ട്. ഓക്കെ, നമ്മുടെ പേരൻസ് നമ്മളെ കൂട്ടാൻ വരുമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ ഐസ്ക്രീം കടക്കാരനേക്കാളും സീനാട്ടോ ഗൈസ് ഈ ചങ്ങായി. സീനെന്ന് പറഞ്ഞാൽ പോലും അമ്മാര് സീനാണ്. ഓക്കെ, നമ്മുടെ ഹാരി നമുക്ക് കുറേ സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് കണ്ടുപിടിച്ച് നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഹാരിക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സേഫ്റ്റി സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഹാരി പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളോട് രാത്രി ഒന്നും പുറത്തിറങ്ങി നടക്കരുതെന്ന് നമ്മളോട് ഹാരി പറയുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് അത്രയ്ക്കും പേടിയൊന്നുമില്ല ഗൈസ്. നമ്മൾ എന്തിനു പേടിക്കണം? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഹാരി പറഞ്ഞേക്കണ സാധനം നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഹാരി എഴുതിയണം ഇതാണ്: ബൈനോക്കുലർ കണ്ടുപിടിക്കണം, ബാറ്ററി, റോപ്പ്, നെയിൽസ്, ക്യാൻസ്, ഹാമർ. ഗൈസ്, ഹാമർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് താഴെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഹാമർ നമ്മുടെ ഹാരിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹാരിയുടെ ഒരു സേഫ്റ്റി സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യും ഗൈസ്. കാരണം രാവിലെ എങ്ങാണ്ട് നമ്മുടെ പേരൻസ് ഇവിടെ നമ്മളെ കൂട്ടാൻ വരുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു സേഫ്റ്റി സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഹാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എന്തായാലും കണ്ടുപിടിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി ഹാമർ കണ്ടുപിടിച്ച് കൊടുത്തു. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഗൈസ് നമുക്കുള്ള പണി എന്ന് പറയണേ. നമ്മൾ കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് നമ്മളെ ഈ പണിയൊക്കെ ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ടായ ബില്ലിയോ ചങ്ങായും പിന്നെ യമാ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും മിസ്സാണ് ഗൈസ്. അവരെ നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പുറ വഴി ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടുന്ന് നേരെ പോവാണ് ഗൈസ്. ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ എന്തായാലും പോവാണ്. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും സ്കൂളിലേക്ക് പോവാം ഗൈസ്. ഞാൻ എന്തായാലും നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് നമ്മുടെ കത്തിയുടെ പണിയുള്ളത്. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ സാധനം കണ്ട, ഇതാണ് റോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റേ ഹാരി എഴുതി തന്ന സാധനത്തിൽ റോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാഡർ താഴത്തേക്ക് വരണമെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ ഇവിടെ ഉണ്ട് ഗൈസ്. ആ ബാസ്ക്കറ്റ് ബോൾ എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ
ആ ലാഡർ താഴത്തേക്ക് വന്നോളും. അങ്ങനെയാണ് കളി. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അതിനുവേണ്ടി നമുക്കൊരു ബോൾ എടുക്കണം. ഗൈസ് നമ്മുടെ കിഡ്നാപ്പർ ഇവിടെ അടുത്ത് ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് പുള്ളിക്കാരൻ മിക്കവാറും ഇപ്പം തന്നെ അതിൽ വരും കേട്ടോ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഓക്കെ, അവിടെ എന്തോ സാധനം ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ക്രോബാറും നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ക്രോബാർ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. ബാക്കിയുള്ള പരിപാടി നമുക്ക് എന്തായാലും ചെയ്യണം. കിഡ്നാപ്പർ മിക്കവാറും ഇപ്പം തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവനതിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ്, വരുന്നില്ല. ഓ ഗൈസ്, വരുന്നുണ്ട്. അവനതിൽ വരുന്നുണ്ട് കേട്ടാ. ഗൈസ് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി പോയാലാ ഗൈസ്? ഈ വഴി നമുക്ക് കറങ്ങി പോവാം. അവൻ എങ്ങോട്ടാ പോണേന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും. ഓക്കെ, അവൻ ഇങ്ങോട്ടാണ് ഗൈസ് വരുന്നത്. ഞാൻ എന്തായാലും ഈ വഴി കടന്നു പോവാണ്. ഓ ഗൈസ്, ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവൻ്റെ അടുത്തുനിന്ന്. ഓക്കെ, ഇവിടുന്ന് ഒരു ബാസ്ക്കറ്റ് ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ ബാസ്ക്കറ്റ് ബോൾ നമ്മൾ നേരെ എടുത്ത് ത്രോ ചെയ്യണം. പിന്നെ മറ്റേ ഇഷ്ടിക കഷ്ണമോ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവൻ്റെ മേത്തേക്ക് എറിയാൻ പറ്റും ഗൈസ്. ഇവൻ്റെ മേത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ കാണിക്കും. കണ്ടില്ലേ? ഇത്രയും കേസുള്ളൂ, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. ഓക്കെ, ഞാനങ്ങനെ ബാസ്ക്കറ്റ് ബോൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ആ ലാഡർ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബോൾ എടുക്ക്. ഓക്കെ, ഞാൻ എന്തായാലും അവനിട്ട് എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത്രയും കാര്യമുള്ളൂ. ഇപ്പോൾ ആ ലാഡർ താഴത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിനി ആ വഴി കയറണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അവൻ അപ്പുറത്തോടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പുറത്തേക്കൊന്ന് പോവാണ്. കാരണം നമുക്ക് ലാഡറിയുടെ കയറാൻ സമയമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ്? ഓ ഗൈസ്, നമുക്ക് റീമോട്ട് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. റീമോട്ട് കൺട്രോൾ വെച്ചിട്ടും ഒരു ഗുണമുണ്ട് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം കിടന്നൊരു സ്ഥലമല്ലേ ഗൈസ്, ഒരു ഫാം. അവിടെ ആയിട്ടൊരു ടോയ് കാർ ഉണ്ട്. ആ ടോയ് കാർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിമോട്ട് കൺട്രോൾ വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ റിമോട്ട് കാർ അല്ല ആ കാർ എന്തിനാന്ന് വിചാരിക്കും, ടോയ് കാർ എന്തിനാന്ന് വിചാരിക്കും. അതിനൊരു കാരണമുണ്ട് ഗൈസ്. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ റിമോട്ട് കൺട്രോൾ നമ്മുടെ സൈക്കിളിൽ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് എന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും കിടക്കട്ടെ അത്. നമുക്കിനി നേരെ ലാഡർ വഴി മുകളിലേക്ക് കയറാം. ഓ ഗൈസ്, അവൻ വരുന്നുണ്ട്. ഓക്കെ, ബാസ്ക്കറ്റ് ബോൾ എടുക്ക്. അവൻ്റെ മേത്തേക്ക് എറിയാം ഗൈസ്, അവൻ്റെ മേത്തേക്ക് എറിയാം. ഞാൻ അപ്പം തന്നെ ഇപ്പുറത്തേടെ കറങ്ങി വരട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. ഗൈസ്, ഈ പ്ലാങ്ക് ഉണ്ടോ, അത് അങ്ങോട്ടേക്ക് മറിച്ചിടണം. അതിന് വേണ്ടിയാണ് ഈ ലാഡർ വഴി നമ്മൾ കയറിയത് തന്നെ. ഓക്കെ, അവൻ്റെ തലയിലേക്ക് നമുക്ക് എറിയാം ഗൈസ്. എറിയേ എടാ, പിടിച്ചാ? അതെങ്ങനെ ഗൈസ്? നമ്മൾ പിടിച്ച് ഗൈസ്, അവൻ പിടിച്ച്. ഒരു ലൈഫ് പോയി ഗൈസ്. ഇതെന്താ ഇത് പുലിക്കൂട്ടിലിട്ടേക്കണ ഗൈസ്? ഇതെന്തോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആട്ടണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം താഴത്തേക്ക് വീഴുമെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഇതുവരെയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. നോക്കി നോക്കാം. ഇങ്ങനെ എന്തോ ആണ് ഗൈസ്. ഇങ്ങനെ ആട്ടുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് വീഴുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നോക്കി. ഓക്കെ, അങ്ങനെ തന്നെയായിരുന്നു ഗൈസ്. ഓക്കെ, അതെന്തായാലും താഴത്തേക്ക് വീണിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ എവിടെ? കിഡ്നാപ്പറിനാണ് ഞാൻ നോക്കുന്നത്. ചങ്ങാനെ കാണാനില്ല. എടേ, കിഡ്നാപ്പർ എവിടെ ഗൈസ്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇതെന്താണ് ഗൈസ്? സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് ഗൈസ്. അതായത് നമ്മുടെ റിമോട്ട് കൺട്രോൾ വെച്ച് നമ്മൾ ടോയ് കാർ കൺട്രോൾ ചെയ്യണം ഗൈസ്. അത് കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് കളി. ആ ടോയ് കാറിലാണ് ഗൈസ് നമ്മുടെ ബാറ്ററി ഉള്ളത്. ആ ബാറ്ററി അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ഡ്രൈവർ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറാം. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. അവനെ കാണാനില്ല. നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഓ ഗൈസ്, അവൻ കയറി വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എടാ, ബാസ്ക്കറ്റ് ഫുള്ളാ ഗൈസ്. ബാസ്ക്കറ്റ് ഫുള്ളാണ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ അതിനകത്തേക്ക് വെക്കാൻ പറ്റില്ല ഗൈസ്. ബാസ്ക്കറ്റ് ഫുള്ളാണ്. ഓക്കെ, അവനെന്തേ ഗൈസ്? അവനെ കാണാനില്ല കേട്ടാ ഗൈസ്. അവനെങ്ങോട്ടാ പോയേ? അവനെ കാണാനില്ലല്ല.
ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്ക്രൂ ഡ്രൈവർ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഓ ഗൈസ് അവൻ വന്ന് ഗൈസ് ഈ ക്രോബാർ വെച്ചിട്ടൊരു കളിയുണ്ട്. ക്രോബാർ വെച്ചിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ് ഇവിടെ. ആ അണ്ടർഗ്രൗണ്ട് നമുക്ക് തുറക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോബാർ. ഞാൻ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ, നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും പയ്യെ അപ്പുറത്തേക്ക് പോകാം ഗൈസ്. അവിടെ ആയിട്ടാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയണേ. ഓക്കെ, ഈ ലോക്ക് തുറക്ക്. യെസ് ഗൈസ്, അത് തുറന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവനെ അറിയാൻ പറ്റും ഗൈസ്. അവൻ എങ്ങനെയും ഇവിടെ വരും, അതെന്തായാലും ഉറപ്പാണ്. അവനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്, അവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എടാ ഈ വഴി എങ്ങാണ്ടാന്ന് എനിക്ക്, യെസ് ഗൈസ് ഈ വഴിയാണ്, ഈ വഴി. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഗൈസ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗൈസ്. നമുക്ക് ഇവിടുന്ന് എടുക്കാനുള്ളത് നെയിൽസാണ് ഗൈസ്. നമ്മുടെ ഹാരി എഴുതി തന്ന ആ പേപ്പറിനകത്ത് നെയിൽസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ നെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിൽസ് എന്തായാലും നമ്മൾ സൈക്കിളിൽ കൊണ്ടുവന്ന് ഇടാം ഗൈസ്. അവനതിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇപ്പുറത്തേടെ ഒന്ന് വീണ്ടും വന്നിട്ടുണ്ട്. അവനിവിടെ ഗൈസ്, അവനെ കാണാനില്ല. ഓക്കെ, അവനവിടെ നിൽക്കുന്നുണ്ട്. ഓടോ, അവൻ വരുന്നുണ്ട് ഗൈസ്, അവൻ വരുന്നുണ്ട് കേട്ടോ. അവൻ എങ്ങോട്ട് പോണേന്ന് നോക്കട്ടെ. ഓക്കെ, മേളിലേക്കാണ് ഈ കയറി പോയേക്കണേ. നമുക്ക് എന്തായാലും ഈ വഴി പോയിട്ട് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് എന്തായാലും ഈ നെയിൽസ് വയ്ക്കാം. യെസ് ഗൈസ്, ഞാനതവിടെ വെച്ചിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ വയ്ക്കാൻ പറ്റില്ല ഗൈസ്, കാരണം ബാസ്ക്കറ്റ് ഫുള്ളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് നേരെ ഇവിടുന്ന് നമുക്ക് പോവാം ഗൈസ്. ഇവിടുന്ന് നേരെ നമുക്ക് ട്രീ ഹൗസിലേക്ക് പോവാം. ട്രീ ഹൗസിൽ പോയി നമുക്ക് എന്തായാലും ഈ നെയിൽസ് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനങ്ങനെ നെയിൽസ് എടുത്തിട്ടുണ്ട്. നെയിൽസ് നമുക്ക് നമ്മുടെ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ഓക്കെ, യെസ്. ഓ ഓ ഗൈസ്, ഇത് അവൻ്റെ പ്രാങ്കാണ് കേട്ടോ, പ്രാങ്കാണ്. അത് കച്ചപ്പാണ് ഗൈസ്, സോസാണത്. എടാ ചിറ്റിക്ക് എടുത്ത് അവൻ്റെ തലക്കിട്ട് ഒരെണ്ണം കൊടുക്കണം. പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണവൻ. ഒരു വട്ടം നമ്മൾ പേടിച്ചാണ്, എപ്പോഴും പേടിക്കാൻ നമുക്ക് വട്ടമൊന്നുമില്ലാന്ന്. ഓക്കെ, നമ്മളങ്ങനെ 2 സാധനം കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോപ്പ് നമ്മുടെ സ്കൂളിലാണ് ഗൈസ്, അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അപ്പോൾ റോപ്പ് നമുക്ക് എടുക്കണം. ഓക്കെ, ഗ്രാഫിക്സ് ഒക്കെ കുഴപ്പമില്ല ഗൈസ്. ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് അവനോട് കൊടുത്തേക്കണേ ഗൈസ്. ഐസ്ക്രീം കടക്കാരനേക്കാളും സീനാണ് ഇവൻ. ഓ ഗൈസ്, അവനവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, അവനവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവനെന്നെ കണ്ടില്ല ഗൈസ്, അവനെന്നെ കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ സ്കൂളിലേക്ക് പോകാട്ടോ. ഞാൻ എന്തായാലും സ്കൂളിൽ പോയിട്ട് നമ്മുടെ ആ റോപ്പ് എന്തായാലും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അതുകൊണ്ട് ഞാൻ എന്തായാലും സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കത്തിയെടുത്തോ ഗൈസ്. ഇത് കണ്ട, നമ്മൾ അവിടെ നിന്ന് മേളിൽ കയറിയിട്ട് ആ പ്ലാങ്ക് താഴത്തേക്ക് എടുത്തിട്ട് ആ പ്ലാങ്ക് വഴി നമ്മളിവിടെ കയറുക ഗൈസ്. ഇതാണ് നമ്മുടെ റോപ്പ്. യെസ് ഗൈസ്, റോപ്പ് വിത്ത് ഫ്ലാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് റോപ്പ് കിട്ടും. യെസ് ഗൈസ്, അങ്ങനെ നമുക്ക് റോപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം ഗൈസ്, അതാണ് അടുത്ത പരിപാടി. അങ്ങനെ റോപ്പും കൂടി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ വന്നേക്കണേ നമ്മുടെ ഫാമിലിയിലേക്കാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ടായ സ്ഥലം ഇവിടെ നിന്നായിരുന്നു ഗൈസ്. ഇതല്ല, റിമോട്ട് കൺട്രോൾ ഗൈസ്. റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ടോയ് കാർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ ടോയ് കാർ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഗൈസ്, പണി പാളിയാനെ. ഇപ്പോൾ നേരെ ചെന്ന് അവൻ്റെ വായിലേക്ക് കയറി കൊടുത്തേനെ. ഓക്കെ, ഈ വഴി പോകണം ഗൈസ്. ഇതെന്തെങ്കിലും സിമ്പിളാണോന്ന് എനിക്കറിയില്ല ഗൈസ്, ഇത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ട്. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ ടോയ് കാറുള്ള ഇതേ കിടക്കണ്. യെസ് ഗൈസ്, നമ്മൾ ടോയ് കാർ ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണം. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ ഗൈസ്, ഇത് കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം നല്ല പാടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്പീഡാണ് ഈ സാധനത്തിന്. ഗൈസ്,
പണിവാളി. ഗൈസ് അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെന്തായാലും നമ്മുടെ ടോയ് കാർ കൺട്രോൾ ചെയ്ത് നമ്മൾ പുറത്തെത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗൈസ്. ആ ടോയ് കാറിലാണ് നമ്മുടെ ബാറ്ററി ഉള്ളത്. ആ ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം. നമുക്കിനി നേരെ ചെന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കുക, നമ്മുടെ ടോയ് കാറിൽ നിന്ന് ബാറ്ററി എടുക്കുക, അത്രയും പരിപാടിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ കിഡ്നാപ്പറിനെ നോക്കണം ഗൈസ്. കിഡ്നാപ്പർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും എടുക്കാനില്ല കേട്ടോ ഗൈസ്. കിഡ്നാപ്പർ എവിടെ? കിഡ്നാപ്പറിനെ കാണാനില്ലല്ലോ ഗൈസ്. ഞാൻ എന്തായാലും നമ്മുടെ സൈക്കിളിൽ പോയിട്ട് ഞാൻ എന്തായാലും ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരെ ലെയറിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ ലെയറിലാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉള്ളത്, നമ്മുടെ സൈക്കിളിലില്ല ഗൈസ്. നമ്മുടെ ലെയറിലാണ് സ്ക്രൂ ഡ്രൈവർ ഉള്ളത്.